ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ ലേഖനത്തിൽ നിന്ന് എടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് എബിലിറ്റി, കമ്മിറ്റ്മെന്റ്, ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ്, ഇതാണ് കോൺഗ്രസിന് ഇന്ന് ഇന്ത്യയിലെ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, നമ്മളത് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേശീയ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വമായാലും. അപ്പോൾ അതേക്കുറിച്ച് ഈ ശശി തരൂർ ഈ ലേഖനത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട്, അത് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അത് വേണമെന്നില്ല എന്ന് പറയുമ്പോൾ അതല്ല ഇതാണ് മുഖ്യമെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താമല്ലോ. ഈ വോട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ മാസങ്ങളുടെ ഗവേഷണമൊന്നും വേണ്ട, ഇവിടെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഇതുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? ഈ ഡൈനാസ്റ്റിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധി വലിയ ആദർശവാനാണല്ലോ. ആദർശത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുമല്ലോ. ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധി ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് എതിരെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ അവസരങ്ങൾ കിട്ടേണ്ട സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണം വളർന്നു വരാൻ, താഴെത്തട്ടിൽ സാധാരണക്കാരുമായി എല്ലാവരുമായി ഇടപഴകി അങ്ങനെ കയറി വരുന്ന നേതാക്കൾക്ക് അവസരങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുകയും അതിനുവേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടോ? കേരളത്തിലടക്കം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോൾ ആലത്തൂരിൽ ഒടുവിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റ രമ്യ അടക്കമുള്ള ആളുകളെ താഴേക്കിടയിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവരുടെ വളർച്ചയൊന്നും മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ല.